അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന യാ റസൂലല്ലാഹ്. ബഹുമാനികളായ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, മങ്കൂസ് മൗലിദ് വിശദീകരണം ഭാഗം 14. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب الأعربي. ആറാമത്തെ വരിയാണിത്. നബിമാരിൽ ഉത്തമരായ റസൂലെ, ഖിയാമത്ത് നാളിൽ തങ്ങളെ ശഫാഅത്ത് ഞങ്ങൾക്ക് തങ്ങൾ തരണം. അങ്ങ് ഞങ്ങളോട് വലിയ സ്നേഹമുള്ളവരാണല്ലോ, വലിയ കാരുണ്യം ഉള്ള പ്രവാചകനാണല്ലോ. ആ നിലക്ക് ഞങ്ങൾക്ക് തങ്ങളെ ശഫാഅത്ത് തരണം. ആ ശഫാഅത്തെങ്ങാനും നഷ്ടമാവുക എന്നുള്ളത് അത് വലിയ ഒരു പരാജയമാണ്, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നബിയെ. ആഖിറത്തിലെ ശഫാഅത്ത് അത് ദുനിയാവിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് ആവശ്യപ്പെടുക എന്നുള്ളത് ഹദീസിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുമാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുന്നു, സഅൽതുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യശ്ഫഅ ലി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എനിക്ക് ശഫാഅത്ത് ചെയ്യണമെന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അതിന് മറുപടിയായി കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അന ഫാഇൽ, ഇൻഷാ അല്ലാഹ് ഞാൻ ആ ശഫാഅത്ത് നിനക്ക് തരാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നപ്പോൾ അവിടുന്ന് ഏതാനും ചില ബൈത്തുകൾ ചൊല്ലി. ആ ബൈത്തിൻ്റെ അവസാനം ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നു, വകുല്ലി ശഫീഅൻ യൗമ ലാ ദൂ ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദി ബിൻ ഖാരിബി. ഒരാൾ ശഫാഅത്തും ഉപകരിക്കാത്ത ആ ദിവസത്തിൽ നബിയെ തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണം. പാവപ്പെട്ട ഈ സവാദിനെ തങ്ങളെ ശഫാഅത്ത് കൊണ്ട് തങ്ങൾ രക്ഷപ്പെടുത്തണം. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫതഹുൽ ബാരിയിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങളോട് അവിടുത്തെ ശഫാഅത്ത് ആവശ്യപ്പെടൽ അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. ഏഴാമത്തെ വരിയിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ തുടരുന്നു, സ്വലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ ലാഹ നജ്മുൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب الأعربي. അല്ലയോ പ്രവാചകരെ, എല്ലാ സമയത്തും നിത്യമായിട്ട് തുടർച്ചയായിട്ട് അങ്ങയുടെ മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്തുണ്ടാവട്ടെ. ആകാശലോകത്ത് നക്ഷത്രങ്ങൾ വെളിവാകുന്ന കാലത്തോളം, നക്ഷത്രങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം അല്ലാഹു തആലയുടെ സ്വലാത്ത് തങ്ങൾക്ക് സദാ വർഷിച്ചുകൊണ്ടേയിരിക്കട്ടെ. പ്രാർത്ഥനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നത് അല്ലാഹു തആലയുടെ പ്രത്യേകമായ അനുഗ്രഹവും അവൻ്റെ പൊരുത്തവും മാത്രമല്ല, വസനാഉഹു ഇൻദൽ മലായിക. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ആലിയ തങ്ങളുടെ ആ വിശദീകരണം നമ്മൾ നേരത്തെ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയുക അല്ലാഹു തആല മലക്കുകളോട്. ഇതാണ് അല്ലാഹുവിൻ്റെ സ്വലാത്ത് എന്നുള്ളത്.
മലക്കുകളുടെ സ്വലാത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനുഷ്യരാകുന്ന നമ്മുടെ സ്വലാത്ത്, നമ്മൾ അള്ളാഹുവിൻ്റെ സ്വലാത്തുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂലിനെ ബഹുമാനിച്ചുകൊണ്ടേയിരിക്കലാണ്, അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കലാണ്. ഇവിടെ പലപ്പോഴും ഒരു സംശയമുണ്ടാകും, റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ നേരത്തെ കിട്ടിയ റഹ്മത്ത് പിന്നെയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അതിൽ ഒരു അനൗചിത്യമില്ലേ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അതിന് മറുപടിയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അൽ ഹാമിദി തങ്ങൾ പറയുന്നു, ഓരോ ദിവസവും നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ആ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശം എന്താണ്? അതുവരെ ഇല്ലാത്ത, ആ സമയം വരെ ഇല്ലാത്ത ഒരു റഹ്മത്ത് അത് ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കണം. അറ്റമില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ കോടാനുകോടി സ്വലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ വർഷിക്കുമ്പോൾ അറ്റമില്ലാത്ത സമ്പൂർണത അതിലേക്ക് തങ്ങളിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കണം. പദവിയും തങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇതാണ് ആ ഓരോ സ്വലാത്ത് കൊണ്ടും ഉള്ള ഉദ്ദേശം. നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് ഉപകരിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മുടെ ഉദ്ദേശം എന്താവണം? റസൂലുള്ളാഹി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ റസൂലുള്ളാഹിനെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കലും നമ്മുടെ ഉദ്ദേശം കരസ്ഥമാകലുമാകണം നമ്മുടെ ഉദ്ദേശം. ഓരോ ദിവസവും നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവെ, ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാവണം നമ്മുടെ ഉദ്ദേശം. നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലേ റസൂലുള്ളാഹിക്ക് അതുകൊണ്ട് സമ്പൂർണ്ണനാകാൻ കഴിയൂ എന്നല്ല. നമ്മുടെ സ്വലാത്ത് നമുക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ആ സ്വലാത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാ